ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അന്നേരം ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ട ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉള്ള റെസിപ്പിയാണ്. ഏറ്റവും ഈസി ആയിട്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ്. അന്നേരം എന്തൊക്കെയാണ് മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടതെന്ന് നമുക്ക് കാണാം. അന്നേരം ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് കടലമാവാണ്. ആ കടലമാവിലോട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടി 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയും ചേർത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് കായപ്പൊടിയാണ്. ആ കായപ്പൊടി ഞാനൊന്ന് വെള്ളത്തിലൊന്ന് ചാലിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അന്നേരം അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ ഒന്ന് ആ കടലമാവിലോട്ടൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ പിടിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്തത്. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് പേസ്റ്റ് പരുവത്തിൽ തന്നെ എടുക്കണം. അധികം കട്ടിയൊന്നും ആവരുത്. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കിയെടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 5 പുഴുങ്ങിയ മുട്ടയാണ്. അത് ഞാൻ നടുവേ ഒന്ന് പാകത്തിന് മുറിച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് കോൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മുട്ട നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലോട്ടൊന്ന് മുക്കിയെടുത്ത് നമുക്ക് ഈ എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് പാകമായി വരുമ്പോഴത്തേക്കും ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. പാകമായി വരുമ്പോഴത്തേക്കും നമുക്ക് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് പാകമായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആകും. അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ സ്നാക്സാണ്. അതുപോലെ തന്നെ പിള്ളേർക്കും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അധികം വലിയ സമയമൊന്നും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അന്നേരം നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.